ചോറ്റാനിക്കര മകം തൊഴിൽ ആരംഭിച്ചു. മകം തൊഴിലിനായി ക്ഷേത്രനട തുറന്നു. 1.5 ലക്ഷത്തിലധികം ഭക്തരാണ് ഇത്തവണ ദർശനം നടത്തുന്നത്. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ നിന്നും രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചോറ്റാനിക്കര മകം തൊഴിലിന്റെ ദർശനം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മകം തൊഴിലിനായിട്ട് നിരവധി പേരാണ് ചോറ്റാനിക്കര അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്തജന സഹസ്രം ആ മകം ദർശനത്തിന് വേണ്ടിയിട്ട് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. 1.5 ലക്ഷത്തിലധികം ഭക്തർ ഈ മകം ദർശനത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നും ഈ ഒരു ദിവസം അമ്മയെ കാണാനായിട്ട്, അമ്മയെ കണ്ട് ദർശന സൗഭാഗ്യം അടയുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറേ നടയുടെ ഭാഗത്താണ്. ഈ ഭാഗം എന്ന് പറയുന്നത് സ്ത്രീ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദർശന സൗകര്യത്തിന് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളതാണ്. വടക്കേ പൂരപ്പറമ്പ് ഭാഗത്തൂടെയാണ് പുരുഷന്മാരായിട്ടുള്ളവരെ, ഒപ്പം തന്നെ കുടുംബമായിട്ട് എത്തുന്നവരെയും അവർക്ക് ദർശനം കാണുവാനായിട്ടുള്ള, അതായത് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ബാരിക്കേഡുകൾ തീർത്തു വെച്ചുകൊണ്ട് നിരകളായിട്ടാണ് ഈ ക്യൂ ക്രമീകരിച്ചിട്ടുള്ളത്. മണിക്കൂറുകളോളം കാത്തുനിന്നുകൊണ്ടാണ് അമ്മയെ, സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള അമ്മയെ കാണുവാനായിട്ട് ഈ സ്ത്രീ ഭക്തജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. രാവിലെ തന്നെ ഇവരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും രാത്രി 10:30 വരെ ദർശന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവസാന ഭക്തനും അമ്മയെ കാണുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ, കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴിലിനായിട്ട് ക്ഷേത്രനട തുറന്നു. മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അമ്മയെ ഒരു നോക്ക് കാണുവാനായിട്ട് ഭക്തജന സഹസ്രങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. വിവിധ ദേശങ്ങളിലുള്ളവർ തന്നെയാണ് ഈ ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ അടുത്ത് തന്നെ വീട്. എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെ തോന്നുന്നു? കാരണം കുംഭമാസത്തിലെ ചൂടൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അമ്മയെ കാണുകയെന്ന് പറഞ്ഞ സൗഭാഗ്യമാണ്. അതെ അതെ, ഈ ചൂടൊന്നും നമുക്ക് കേൾക്കില്ല. നല്ല അമ്മയെ എങ്ങനെയെങ്കിലും കാണുക എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയായതുകൊണ്ട് ചൂടൊന്നും തോന്നാറില്ല. നാമജപത്താൽ എല്ലാ വർഷവും കയറി അമ്മയുടെ അനുഗ്രഹത്താൽ തൊട്ടടുത്ത് തന്നെ വീട് തൊടാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സന്തോഷം, സൗഭാഗ്യം, നല്ല ഭാഗ്യമാണ് ഞങ്ങളുടെ ഭാഗ്യം. ഞാൻ എല്ലാ കൊല്ലം വരാറുണ്ട്. എല്ലാവർക്കും അതുതന്നെയാണ്. കുംഭമാസത്തിലെ ചൂട് ഒക്കെ തന്നെ, അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല. മറിച്ച് അമ്മയുടെ തണലിൽ, അമ്മ നൽകുന്ന ദർശന സൗഭാഗ്യത്തിൽ അവർക്ക് ആ തണൽ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം ഓരോ ഭക്തന്റെ മനസ്സിലുണ്ട്. എന്തായാലും ഈ മകം തൊഴിലിനായിട്ടുള്ള ദർശനം അതിന്റെ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഭക്തജന സഹസ്രങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:30 വരെ ഇവർക്ക് ദർശനത്തിനായിട്ടുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം വിളക്കിനെഴുന്നള്ളിപ്പും ഉണ്ടാകും. എന്തായാലും മണിക്കൂറുകൾ, ഏകദേശം 3 മണിക്കൂർ പിന്നിടുന്നുണ്ട് മകം തൊഴിലിനായിട്ട് ക്ഷേത്രനട തുറന്നിട്ട്. എന്തായാലും നിലവിൽ ദർശനത്തിന് വലിയ രീതിയിലുള്ള ക്യൂ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.